കഴിഞ്ഞ ദിവസമാണ് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിലെ റോഡരികിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കൂട്ടത്തോടെ തള്ളിയത്. പഴകിയ ഭക്ഷണങ്ങൾ തള്ളിയതോടെ പ്രദേശത്ത് ദുർഗന്ധം പരന്നു തുടങ്ങിയിട്ടുണ്ട്. അഴുകിയ ഭക്ഷണങ്ങൾ തള്ളിയതോടെ ഈച്ചശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. നഗരസഭ ട്രഞ്ചിങ് ഗ്രൗണ്ടിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിലച്ചതോടെയാണ് മാലിന്യം വിവിധ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചു തുടങ്ങിയത്. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി പി.ടി. സുധാകരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ മാലിന്യ പ്രശ്നം വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ ഈ മാലിന്യം നിക്ഷേപിക്കുന്നതിന് നമുക്ക് സാധിക്കാതെ വന്നിരിക്കുന്നു. 1.5 വർഷമായിട്ട് ഈ മാലിന്യം ടൗണിൽ കൂടി കിടന്ന് വളരെ ദുർഗന്ധം വമിക്കുന്നൊരവസ്ഥയിൽ ഇരുന്നപ്പോൾ നഗരസഭ പ്രത്യേകമായ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ഭാഗികമായിട്ടെങ്കിലും ഈ ചവറ് ഈ നഗരത്തിൽ നീക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും അത് നീക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ നഗരപ്രദേശങ്ങൾ വിട്ടുപോലും ആളുകൾ ഇപ്പോൾ വൃത്തിയാക്കിയിട്ടുന്ന ഈ നഗരപ്രദേശത്ത് മാലിന്യങ്ങൾ ചാക്ക് കെട്ടിന് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഈ നഗരത്തിൽ നിക്ഷേപിക്കുകയും വീണ്ടും ഈ നഗരം ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റുന്നതിന് മനഃപൂർവ്വമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതിനെതിരെ നഗരസഭ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. മഴക്കാലം എത്തിയതോടെ മാലിന്യം തള്ളുന്നത് പകർച്ചവ്യാധി പകരാനും ഇടയാക്കുമെന്ന ആശങ്കയുണ്ട്. ഏതായാലും നഗരസഭാ ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പും കർശന നടപടികളുമായി മുന്നോട്ട് വന്നത് പൊതുജനങ്ങൾക്ക് ആശ്വാസമാവുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.